ഈ സത്യം പറഞ്ഞാൽ ഉറക്കം പോലെ എണീച്ചില്ല. വയ്യ, വയറ് തലവേദനയൊക്കെ ആയിട്ട് 2 ദിവസം ഭയങ്കര സേവനം ജോലിയായിരുന്നല്ലോ. വയ്യാത്ത കണ്ണാണത്തോരൊക്കെ കൊണ്ടുപോക്കും ഒക്കെ ആയിട്ട് ഇന്നലെ ഉണ്ടായിരുന്നു പരിപാടി. അപ്പോൾ ഇന്നലെയും പോയിട്ട് വന്നപ്പം കുറേ ലേറ്റായി. പക്ഷേ എനിക്കെന്തോ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്യാണ്. മനസ്സിലൊരു സ്വസ്ഥത, ഒരു സമാധാനം ഇല്ലാതായിപ്പോയി. കണ്ണ് തുറന്ന് നോക്കുന്നത് ആ കുഞ്ഞിൻ്റെ മുഖമാണ് കാണുന്നത്. ആ കുഞ്ഞിനെ തന്നെയാണ് ഇന്നലെ സ്വപ്നം മൊത്തം കണ്ടത്. ഇന്നലെ രാത്രി തൊട്ട് ഈ ഒരു ചർച്ചയും വാർത്തയല്ലേ. എന്നാലും എന്താണ് നമ്മുടെ ഈ നാട് ഇങ്ങനെ ആയിപ്പോയത്? എന്നാണ് നമ്മുടെ ഈ ലോകം, ഈ നാട് നന്നാവോ? എന്നാണ് ഈ ലോകം നന്നാവോ? നശിക്കുവാണല്ലോ ഓരോ ദിവസം. എന്താണ് അവൾക്ക് കുറച്ച് സുഖത്തിന് വേണ്ടി ഒരു പൊടി കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലാക്കൊല ചെയ്യാനും കൊടുത്തല്ലോ. ഒരു കുഞ്ഞ് 10 മാസം അവളുടെ വയറ്റിൽ കിടന്ന് അവൾ ആ ചവിട്ടും ആ വേദനയും ആ ത്യാഗവും അനുഭവിച്ച് ആ ഭൂമിയിൽ വന്നപ്പോഴേ ആ കുഞ്ഞിനെ അവൾ കൊല്ലാക്കൊല ചെയ്യാൻ കൊടുത്തല്ലോ. എൻ്റെ കൈ തല്ലി ഒടിച്ചല്ലോ. എങ്ങനെ തോന്നുന്നു? ഒരമ്മയല്ലേ ഇവളൊക്കെ അമ്മയാണോ? പറയാൻ തന്നെ ഒരു ലജ്ജ തോന്നുന്നു സത്യം പറഞ്ഞാൽ. ഈ വീഡിയോ ചെയ്യാതെ പോയാൽ എനിക്ക് മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ഇതേ സാഹചര്യത്തിൽ നമ്മളൊക്കെ ജീവിച്ചു വന്നവർ തന്നെയാണ്. ഇതേ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ആരോടും പറയലില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ നമ്മളൊക്കെ ഒറ്റപ്പെട്ടിട്ടും 2 കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇത്രയാക്കി അവരെ സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തിയാക്കി വിട്ടുകൊടുത്ത്. അതിനുവേണ്ടി എന്ത് ജോലിയും ചെയ്യാം എന്നും പറഞ്ഞ് ആണുങ്ങളെ പിടിക്കാൻ പോകണമെന്നല്ല കേട്ടോ. അന്തസ്സുള്ള എന്തെല്ലാം ജോലികളുണ്ട്, അത് ചെയ്ത് ജീവിക്കാം. അല്ലെങ്കിൽ ഇവൾക്ക് ഭിക്ഷ എടുക്കാമല്ലോ ആ കുഞ്ഞിനെയും കൊണ്ടുപോയി. ഇവൾക്ക് ജോലി ചെയ്യാൻ ഇവൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ, ഇവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, പക്ഷേ എങ്കിൽ കൂടി അവൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എത്രയോ അമ്മമാർ, മക്കളില്ലാത്ത അമ്മമാർ കണ്ണും കൈയും കരഞ്ഞും വിളിച്ച് നടക്കുന്നു ദൈവത്തോട് പറഞ്ഞിട്ട്. ഈ ജന്മം ഇവക്കൊക്കെ സ്വസ്ഥത കിട്ടുമോ? അവളെ മുഖം കണ്ടില്ല, അവളെ കള്ളച്ചിരി ഉണ്ടോ? 2 കൈ കുഞ്ഞിൻ്റെ തല്ലി ഒടിച്ചിട്ട് അവളെ കൊലച്ചിരി ഉണ്ടോ അവളെ? എന്താ ഇവളെയൊക്കെ ചെയ്യണ്ടേ? ഈ ഭൂമിയുടെ മോളെ ഇവളെയൊക്കെ വെച്ചേക്കാൻ പാടുണ്ടോ? പക്ഷേ ഇവനെ ഒറ്റ ഇതിൽ കൊല്ലരുത്. ഈ കുഞ്ഞ് അനുഭവിച്ച വേദന യാതന എന്താണെന്ന് വെച്ചാൽ അതല്ല ഇവളൊക്കെ അറിഞ്ഞു തന്നെ തീരണം. അതാണ് എൻ്റെ ഇത് കേട്ടോ. ഒറ്റയടിക്ക് തൂക്കിക്കൊന്ന എന്താണ് ഇവളുമാരൊക്കെ അനുഭവിക്കുന്നത്? ഒന്നും അനുഭവിക്കത്തില്ല. പക്ഷേ ഈ കുഞ്ഞ് അനുഭവിച്ച എത്രമാതിരി വേദന. 1.5 വയസ്സെന്ന് പറഞ്ഞാൽ പടച്ച റബ്ബേ, ആലോചിക്കാൻ പോലും വയ്യ. എന്താണല്ലേ, ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്, ഹൃദയം പൊട്ടിപ്പോകുന്നു. നമ്മളൊക്കെ അമ്മമാരല്ലേ, ഇത്രമാതിരി വാർത്തകളെ കേൾക്കുന്നു. പക്ഷേ ഇത് വല്ലാത്തൊരു ക്രൂരതയായിപ്പോയി. കേട്ടിട്ട് ഭയങ്കര സങ്കടം വരുന്നു. നെടുമ്പങ്ങാടൊക്കെ നടന്ന സംഭവം എന്താണിങ്ങനെ? വലിയ സത്യമാണ്. ഭയങ്കര വല്ലാത്ത മാനസികമായിട്ടങ്ങ് തളരുകയാണ്. നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം ഇവളെ ഇവനെ നാട്ടുകാർ കൈകാര്യം ചെയ്യണം, അല്ലാതെ വെറും ശിക്ഷ കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ സിഗരറ്റ് വെച്ച് കുത്തിയും പിന്നെ അറക്കണം മറ്റേയൊക്കെ ദേഹം, ഓരോ സ്ഥലങ്ങളും ഇഞ്ചിഞ്ചായിട്ട് അറുത്തറുത്തറുത്ത് ഇവളുമാരെ കൊല്ലണം. അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം അങ്ങോട്ട് ഇവളമാരെ അതുപോലെ ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ജയിലിൽ അങ്ങോട്ട് പോയി കിടക്കണം. എന്തുവാ ഇത്? ഈ ലോകം എന്നാണ് നന്നാവുക? എനിക്കറിയത്തില്ല. ഒരു കുഞ്ഞു കൊച്ചിൻ്റെ വീഡിയോ കണ്ട് മന്ത്രി സാറിനോട് പറഞ്ഞിട്ട് ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ഞങ്ങൾക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റുമെന്നും ചോദിച്ച്, ഞങ്ങളെങ്ങനെ ജീവിക്കും, ഞങ്ങളെങ്ങനെ നടക്കും, ഞങ്ങൾക്ക് പേടിയാണെന്നും പറഞ്ഞു. ആ കുഞ്ഞു പറഞ്ഞ് ശരിയല്ല. ആലോചിച്ച് നോക്ക്, എല്ലാവർക്കും ഇപ്പോൾ പേടിയല്ല. അപ്പം എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അവളെ നമ്മുടെ കയ്യിലാണ് കിട്ടി, സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലാണ് കിട്ടിക്കഴിഞ്ഞാൽ അവളെ ഞാൻ അറുത്ത് കളയും. അത്രയ്ക്ക് എനിക്ക് കല്ലിയത് ഉള്ളിയിട്ട് എനിക്ക് ആ കുഞ്ഞിൻ്റെ മുഖം കാണാൻ ഭയങ്കര ഹൃദയം പൊട്ടുന്ന വേദന വരുന്നു. 1.5 വയസ്സുള്ള ആ പൊടി പൊന്നുമോന് അവൾക്ക് വേണ്ടെങ്കിൽ നമുക്കെങ്ങനെ തന്നിരുന്നു? നമ്മൾ പൊന്നുപോലെ നോക്കി നമ്മൾ വളർത്തിയാണ്. സത്യം, വാടക വീട്ടിലാന്നേ ഉള്ളൂ, പണമില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ പൊന്നുപോലെ നമ്മളൊക്കെ വളർത്തിയാണ്. എന്താണ് ഇന്ന് എൻ്റെ കളി കണ്ടിട്ട് അങ്ങനെ ചിരിയും കളിയും കണ്ടിട്ട് നടന്നു വരുന്ന എൻ്റെ സങ്കടം, ഹൃദയം പൊട്ടുന്ന വേദന വരികയാണ്.